ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാസ്റ്റിക് ബോട്ടിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ ഇതുപോലെ ഒരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ. ഞാനിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ കാർഡ്ബോർഡ് പീസസ് ആണ് വേണ്ടത്. ഇതുപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസാണ് നമുക്ക് വേണ്ടത്. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് വളച്ചെടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ ബ്രിക്സ് പോലെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ആദ്യം ഒരെണ്ണം ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ അടുത്ത് ഒട്ടിക്കണം. ഇതുപോലെ ഫുള്ളായിട്ടും ആ റോ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാർഡ്ബോർഡിൻ്റെ നടുക്ക് ഒരു കാർഡ്ബോർഡ് വരുന്ന രീതിയിൽ വേണം അടുത്തത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ തന്നെ ഫുള്ളായിട്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട് ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്താൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് ഇതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മേലിൽ ഇതുപോലെ ഒന്ന് ഫെവിക്കോൾ വാട്ടറുള്ള മിക്സ് നമുക്കിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് 2 കോട്ടൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ അത് നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ ഒരു സെമി സർക്കിൾ കാർഡ്ബോർഡ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് ബുക്കിൻ്റെ കവറും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് കാർഡ്ബോർഡിനെക്കാട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും ബുക്കിൻ്റെ കവറൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഈ ഒരു പേപ്പറിൽ തന്നെ ഇതുപോലെ റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ മടക്കണ്ട, അത് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം മൊത്തം ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തും ടിഷ്യൂ വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഞാനതും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മേളിൽ ഇതുപോലെ ഒരു ഹൗസ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫെയറി ഹൗസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മെറൂൺ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മെറൂണിന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. റെഡ് അല്ലെങ്കിൽ വയലറ്റ്, അങ്ങനത്തെ കുറച്ച് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ടും അടിച്ചു കൊടുക്കാം. അത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തെടുത്ത് വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞയും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളറാണ് എടുക്കുന്നത്. ഒരു ക്രീം കളറാണ് നമുക്കപ്പോൾ കിട്ടുന്നത്. അപ്പോൾ കൂളും വെള്ളയും പിന്നെ ചെറുതായിട്ടൊരു മഞ്ഞയും കൂടെ കൊടുത്താൽ മതി. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കണ്ട് ഇതുപോലത്തെ ഒരു ക്രീം കളറ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ആ ഒരു കാർഡ്ബോർഡ് ഹൈലൈറ്റ് ചെയ്ത് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സാധനം എടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. വേണ്ടിയിട്ട് റെഡ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ആ ടിഷ്യൂടെ ആ പാട് വന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഗോൾഡ് കളറും ടച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡ് ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റാലിക് ഷെയ്ഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പേൾ കളേഴ്സും ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗോൾഡ് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫെവിക്കോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്നൊരു ഡോറിൻ്റെ ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വുളൻ ത്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് വുളൻ ത്രെഡാണ്. ഇതുപോലെ തന്നെ നമുക്ക് വിൻഡോസും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ഇത് വയ്ക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രീൻ കളറും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫെയറി ഹൗസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാപ്പ് ഗ്രീൻ കളർ എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ആ അടിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.